ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ജുനൈദ് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങി വരവെയാണ് മലപ്പുറം മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടമുണ്ടായി മരണപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. കോമഡിയും ഡാൻസുമൊക്കെയായി ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ജുനൈദിന് സംഭവിച്ച ഈ കാര്യത്തിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ കരയുന്നു. കാരണമെന്തെന്നാൽ ഇതിനു മുമ്പുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജുനൈദിനെ ഒട്ടനേകം ആൾക്കാരാണ് അനാവശ്യം പറഞ്ഞതും തള്ളക്ക് വിളിച്ചതുമെല്ലാം. പല ഭീഷണികളും ഇതിൻ്റെ കൂടെയുണ്ടായിരുന്നു. പറഞ്ഞ വാക്കുകളെല്ലാം അറം പറ്റി എന്ന തരത്തിലാണ് ജുനൈദിന് മരണം സംഭവിച്ചത്. വലിയ പ്രയാസത്തിൽ തന്നെയായിരുന്നു ജുനൈദ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യങ്ങൾ അറിയാതെ ഒന്നും പ്രചരിപ്പിക്കരുത് എന്നും നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്നൊക്കെയായിരുന്നു കേസിന് പിന്നാലെ ജുനൈദ് ചെയ്ത മറ്റൊരു വീഡിയോയിൽ ജുനൈദ് വ്യക്തമാക്കിയത്. ജുനൈദ് അപകടത്തിൽപ്പെട്ട പ്രദേശം ജനവാസമുള്ളതും ആൾത്തിരക്കുള്ളതുമാണ്. അപകടത്തിൽ പരിക്കേറ്റ ജുനൈദ് ഒട്ടേറെ സമയം രക്തം വാർന്ന് റോഡരികിൽ കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു ചെറിയ മൺകൂനയിൽ റോഡരികിൽ കൂട്ടിയിട്ട് അതിലേക്ക് ജുനൈദിന്റെ വാഹനം എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ജുനൈദ് അപകടത്തിൽപ്പെട്ട പ്രദേശങ്ങളിലെ TV ഫൂട്ടേജുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ. ജുനൈദിനെ അടുത്തറിയുന്നവരാർക്കും ജുനൈദിനെക്കുറിച്ച് യാതൊരു കുറവും പറയാനില്ല. നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നും പലർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ജുനൈദിനെ അടുത്തറിയുന്നവരൊക്കെ ജുനൈദിന് ദുആ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയുമായാണ് വീഡിയോകളിൽ വരുന്നത്. ഒരിക്കലും ജുനൈദ് കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി പറഞ്ഞിട്ടില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇദ്ദേഹത്തെ കുത്തി നോവിച്ചു പലരും. അവരൊക്കെ ഇനി ആരോട് ക്ഷമ ചോദിക്കും? അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്തയുമായി മുൻനിര മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ജുനൈദ് മദ്യപിച്ചിട്ടുണ്ടെന്നും അലക്ഷ്യമായി ഒരാൾ ബൈക്ക് ഓടിക്കുന്നു എന്നുള്ള പരാതി പോലീസിൽ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നത്. ഇതിന് പിറകെ പല ആളുകളും വീണ്ടും ജുനൈദ് മരണപ്പെട്ടതിന് ശേഷവും പല കുത്തുവാക്കുകളുമായി കമന്റ് ബോക്സിൽ നിരങ്ങുന്ന കാര്യം കാണുന്നതും വലിയ വിഷമം തന്നെയാണ്. അള്ളാഹു അവർക്ക് പൊരുത്തപ്പെട്ട് നൽകിയെങ്കിൽ നിങ്ങളെല്ലാം പറയുന്ന വാക്കിന് എന്ത് വിലയാണുള്ളത്? അതല്ല, അള്ളാഹു അങ്ങനെ പൊരുത്തപ്പെടില്ല എന്നുള്ളതിന് നിങ്ങൾ എന്ത് തെളിവാണ് മുന്നോട്ട് വെക്കുന്നത്? മദ്യപിച്ച് വാഹനമോടിച്ചു എന്ന് പറയുന്ന കാര്യം ജുനൈദിനെ അടുത്തറിയുന്നവരെല്ലാം നിഷേധിക്കുകയാണ്. ഈയിടയ്ക്ക് ഉംറയ്ക്ക് പോയി വന്ന ആളാണ് ജുനൈദ്. ഈയിടയിൽ വലിയ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജുനൈദ് ഈ സമയങ്ങളിൽ നേരിട്ട മാനസിക പ്രയാസം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആദർശം സൂക്ഷിച്ച ആളാണ് ജുനൈദ് എന്നുള്ള കാര്യത്തിൽ ജുനൈദ് ഉംറയ്ക്ക് പോയി പങ്കുവച്ച ഈ ഫോട്ടോകൾ മാത്രം തന്നെ മതിയാകും. ശരീരത്തിൽ നിന്ന് ആൽക്കഹോളിൻ്റെ അംശം കണ്ടെത്തുന്നത് മദ്യപിച്ചാൽ മാത്രമല്ല, മറ്റു പല കാരണങ്ങളാലും അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം പോലും ഓർക്കാതെയാണ് പലരും റമളാൻ മാസത്തിൽ ജുനൈദ് എന്ന് പറയുന്ന, അതും മരണപ്പെട്ട് മണ്ണോട് ചേർന്ന ഈ വ്യക്തി മദ്യപിച്ചെന്നും മോശമാണെന്നുമെല്ലാം പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത് പല ആളുകളും. ഈ സമയങ്ങളിൽ ഇവർക്ക് പൊരുത്തപ്പെട്ട് നൽകട്ടെ എന്നുള്ള വാക്കിനേക്കാൾ വലിയ സന്തോഷവും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നറിഞ്ഞതും വലിയ അത്ഭുതമായി തന്നെ തോന്നി.